കടുത്തുരുത്തിത്തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ഡിസംബർ 18-ന് കൊടിയേറും. ക്ഷേത്രം തന്ത്രി മനയത്താറ്റിലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി സന്തോഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ഡിസംബർ 27-ന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. കടുത്തുരുത്തിത്തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ഡിസംബർ 18-ന് കൊടിയേറും. ഡിസംബർ 27-ന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ക്ഷേത്രം തന്ത്രി മനയത്താറ്റിലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി സന്തോഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നത്. തുടർന്ന് കലാവേദിയിൽ മനു പിള്ളയും എസ് ഗായത്രിയും ചേർന്ന് ഭദ്രദീപ പ്രകാശനം നടത്തും. നൃത്തനൃത്യങ്ങൾ, കാഴ്ചശ്രീബലി, താലപ്പൊലി, ചാക്യാർകൂത്ത്, തിരുവാതിര, വീരനാട്യം, ഭക്തിഗാനസുധ, ഉത്സവബലി, സംഗീത സദസ്സ്, ഭക്തിഗാനമേള തുടങ്ങിയവയും പ്രസാദ ഊട്ടും ഉത്സവ ദിനങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ജീവപ്രകാശ്, ശ്രീഗീതം, JNB കുരീക്കൽ, ആയാംകുടി വാസുദേവൻ നമ്പൂതിരി, CK ശശി, മോഹൻദാസ് കൈമൾ, മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി സന്തോഷ് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ആണ് തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുന്നത്. തിരുവുത്സവത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഭക്തിനിർഭരമായ കൊടിക്കയർ സമർപ്പണം നടന്നു കഴിഞ്ഞു. ഉത്സവം ഭംഗിയാക്കുന്നതിന് നടത്തുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രകലകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ചാക്യാർകൂത്ത്, പാഠകം, ഓട്ടൻതുള്ളൽ, കഥകളി, തിരുവാതിര, കൈകൊട്ടിക്കളി തുടങ്ങിയ ഉത്സവ പരിപാടികളാണ് തിരുവുത്സവത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ശ്രീലകത്തും പുറത്തും നടത്തേണ്ട എല്ലാ വിശേഷ പൂജകളിലും ഉപദേശ സമിതി കമ്മിറ്റി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. വൃശ്ചികം 1 മുതൽ 41 ദിവസവും ശബരിമല തീർത്ഥാടകർക്കായി രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സ്വാദിഷ്ടമായ അന്നദാനം ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ നൽകി വരുന്നു. തിരുവുത്സവത്തെ വരവേൽക്കുവാനായി ക്ഷേത്ര പരിസരവും എഴുന്നള്ളിപ്പുകൾ നടക്കുന്ന വഴിത്താരകളും ശുചിയാക്കി ഭംഗിയാക്കുന്ന പണികൾ നടന്നു വരുന്നു. MLA മോൻസ് ജോസഫ് വിളിച്ചു ചേർത്ത KSEB, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ അതോറിറ്റി, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ, ക്ഷേത്ര ജീവനക്കാർ എന്നിവരടങ്ങുന്ന അവലോകന യോഗത്തിൽ വച്ചുള്ള തീരുമാനങ്ങൾ ഭക്തജനങ്ങൾക്ക് അനുകൂലമായി നടപ്പിൽ വരുത്തുന്നുണ്ട് എന്നുള്ളതും ശ്ലാഘനീയമാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്, ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.